അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. ഹായ്, പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. സലീം കുമാർ എന്ന് പറഞ്ഞ നടൻ നല്ല നടനാണ്, ദേശീയ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുള്ള നടനാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല രീതിയിലാണ്, നല്ല വീടും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ ജീവിച്ച് മരണപ്പെട്ട ഒരു മനുഷ്യനാണ്. എല്ലാവർക്കും അദ്ദേഹത്തിനോട് ആദരവൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം കേരളത്തിൽ സാമൂഹികമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുള്ളതായിട്ടൊന്നും നമുക്ക് യാതൊരു അറിവുമില്ല. അദ്ദേഹം ഒരു നടനെന്ന രീതിയിൽ അദ്ദേഹത്തിനോട് ആദരവുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി 1 കോടി രൂപ ചെലവാക്കി സ്മാരകം പണിയാൻ പോകുന്നെന്ന് പറയുന്നത് അതത്ര ദഹിക്കുന്ന ഒരു കാര്യമല്ല. 1 കോടി രൂപയ്ക്ക് കൈയിട്ട് വാരലും കമ്മീഷനും ഇല്ലെങ്കിൽ 20 പാവത്തുങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാം. ഒരു കാരണവശാലും പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് സലീം കുമാറിന് സ്മാരകം പണിയുന്നതിനോട് സാധാരണക്കാരന് യാതൊരു യോജിപ്പും ഉണ്ടാവില്ല. കഴിഞ്ഞ സർക്കാർ നവകേരള യാത്ര എന്നൊക്കെ പറഞ്ഞ് ദൂർത്തടിച്ചെന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ടല്ലേ ഇപ്പോഴത്തെ സർക്കാർ ഭരണത്തിൽ വന്നത്. ഇപ്പം സലീം കുമാറിന് ഇവിടെ സ്മാരകം പണിഞ്ഞില്ല എന്ന് പറഞ്ഞ് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? സലീം കുമാർ മാത്രമല്ല, ഇനിയും മലയാളത്തിൽ അതുല്യ പ്രതിഭകളായിട്ടുള്ള നടന്മാര് ഇനിയും ഉണ്ട്. അവർക്കെല്ലാം നാളെ ഇതുപോലെയൊക്കെ കോടികൾ മുടക്കിയിട്ട് സ്മാരകം പണിയാൻ പോയാലോ? ഈ തീരുമാനം തിരുത്തപ്പെടേണ്ടതാണ്. ബൈ.